ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ കുറേ കാലം നമ്മുടെ ചാനലിൽ വീഡിയോ കേട്ടിട്ട് ഇന്ന് നമ്മൾ കുറച്ച് മീൻ കിട്ടിയപ്പോൾ ഒരു മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ തക്കാളി, വീട്ടിലുണ്ടായ തക്കാളിയാണ്, ചെറിയ ടൊമാറ്റോ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഒരു 4 എടുത്തിട്ടുണ്ട്. 4 5 ഉണ്ടാവും. പിന്നെ കറിവേപ്പില, കായപ്പൊടി, പിന്നെ ഇത് നമ്മൾ കുളമ്പുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതാണ്. പിന്നെ കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കേതലാണിത് മീൻ. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ സാധാരണ പുളിയും കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടത്. അപ്പോൾ ചട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 5 സെക്കൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചട്ടി ഏകദേശം നല്ല ചൂടായിട്ടുണ്ട്. എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യമായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പക്ഷേ നേരത്തെ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കടുക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വിട്ടുപോയി, ക്ഷമിക്കാം. കുറച്ച് മാറ്റി വെക്കണം. നമുക്ക് ലാസ്റ്റ് മീൻ കറിയിലേക്ക് ചേർക്കാൻ കുറച്ച് ആവശ്യം വരും. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് ഉലുവ നേരത്തെ കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇടുക. കടുകൊക്കെ നല്ല പൊട്ടുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് വെക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അത് ഓവർ മൂക്കാൻ പാടില്ല. ഈ ഒരു മൂപ്പ് ഏകദേശം എത്തി വരണം. നമുക്ക് ഇരിക്കുന്ന ഉള്ളിട്ടു. ഉള്ളി നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു സ്പൂൺ ഇട്ട് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്, സോറി, ക്ഷമിക്കണേ. നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വേഗം വഴന്ന് കിട്ടും. നമ്മൾ ഉള്ളിയൊക്കെ നല്ല അത്യാവശ്യം നല്ല വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇത് 3 സാധനങ്ങൾ ചേർത്ത് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ല വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ പൊടികൾ അടിച്ച് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് വെക്കാം. നമ്മൾ തക്കാളി ഇടുകയാണ്. പച്ചമുളക് നമ്മൾ നന്നാക്കി വെച്ചത് 4 എണ്ണമായിരുന്നു. 4 പച്ചമുളക് ഇടുകയാണ്. പിന്നെ ഒരു 2 കറിവേപ്പില നമ്മൾ എടുക്കണം, അതും അതിലേക്ക് ഇടുക. ഇത് 4 കൂടി ഇട്ട് നല്ല വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് വെച്ചിരുന്ന 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടിക്കിട്ട് ഇടും. 4 ടീസ്പൂൺ എടുത്ത് വെച്ചിരുന്നത് അതേ അളവ് തന്നെ അതിടുകയാണ്. മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കുകയാണ്. ഒരു കളറിന്, മീൻകറിക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അത് 2 ടീസ്പൂൺ ചേർക്കുക. ബാക്കി നമുക്ക് ആവശ്യമുള്ളപ്പോൾ കളർ ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറണം പൊടികളുടെയൊക്കെ. അത് നമ്മളെല്ലാം ഇവിടെയൊക്കെ നമ്മളെല്ലാം മിക്സ് ആക്കി തന്നെ മൂപ്പിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊടികളൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലാക്കി ആദ്യം ചേർക്കാൻ പോകുന്നത് നമ്മളുടെ കുടംപുളി വെള്ളമാണ്. കുടംപുളി വെള്ളം നമ്മൾ നേരത്തെ വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിരുന്നില്ല, അതാണ് ചേർക്കാൻ പോകുന്നത്. ഇതിലേക്ക് ചേർത്തിട്ട് 2-3 കുടംപുളി ജനിപ്പിച്ചിരുന്നു. ഞാൻ 3 അതിലേക്ക് ഇടുകയാണ്. നമ്മൾ ഈ വെള്ളത്തിൽ കിടന്ന് നല്ല തിളച്ചൊന്ന് കുറുകി വരണം. എന്നിട്ട് നമ്മൾ മറ്റേ പുളിവെള്ളം ഒഴിച്ച് നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒഴിച്ച് നമ്മൾ വെള്ളം നല്ല തിളപ്പിക്കും. പുളിവെള്ളമാണിത്. നമ്മൾ സാധാ കുടംപുളി അല്ലാത്ത വാളംപുളി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് കറീൻ്റെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അരിച്ചതിലേക്ക് ഒഴിക്കാം. ഇത് അച്ഛനുമ്പോഴാണ് നമ്മൾ കായപ്പൊടിയിലേക്ക് ചേർക്കേണ്ടത്. നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു. ഇത് വെളിച്ചെണ്ണ നമുക്ക് മസാല കുറച്ച് കുറവായിരുന്നു. വെക്കണം. മസാലയൊക്കെ ഒന്ന് വെന്ത് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് അടച്ചു വെക്കണം.
കറി നല്ല തിളയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർക്കണം. നമ്മളുടെ കറി അതിൽ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ നല്ലൊന്ന് ഇളക്കി എല്ലാ സ്ഥലത്തേക്കും എത്തി മസാലകളൊക്കെ എത്തിച്ച് കുറച്ച് നേരം മൂടി വെക്കണം. നമ്മൾ തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കണം കുറച്ച് നേരം. നമ്മുടെ മീൻകറി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻകറിൻ്റെ മസാലയൊക്കെ ഇട്ട വെള്ളം, സോറി പറഞ്ഞാൽ മാറിപ്പോയി. നമ്മളെ മീൻ കേരളമാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെല്ലാം. ഇതിൽ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു 5 മിനിറ്റ്. നമ്മുടെ മീൻകറി നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നാലും ഇളക്കാൻ പാടില്ല, മീൻ ഉടഞ്ഞു പോകും. അടിയിൽ നിന്ന് തട്ടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല ചെറുതായിട്ട് നിന്ന് നമ്മുടെ മീൻകറി നല്ല വെട്ടി തിളക്കുന്നുണ്ട് ഇവിടെ. ഇതിപ്പോൾ ചട്ടി പിടിച്ച് ഇളക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്കതിലേക്ക് കയ്യിലോണ്ട് തന്നെ ഇളക്കാം കേട്ടോ. അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ മാറ്റി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ മുകളിൽ കൂടി വെച്ചിട്ട് 2 കറിവേപ്പിലിനെ 2 തന്നെ കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ഇട്ടിരുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, ക്ഷമിക്കണം കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തീൻ്റെ കൂടെയോ നമ്മളുടെ കപ്പയുടെ കൂടെയാണ് ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ. ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് മീൻകറിയുടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എന്താ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് മീൻകറിയുടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.